friends, welcome to Nitzonline. I am Nitz. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എങ്ങനെ ഹാൻഡ് സാനിറ്റൈസർ വീട്ടിൽ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. സാനിറ്റൈസേഴ്സ് നിങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കും. സോപ്പിൻ്റെയോ വെള്ളത്തിൻ്റെയോ ആവശ്യമില്ലാതെ നമ്മുടെ കൈകളെ വൃത്തിയാക്കാനായിട്ട് ഈ ഹാൻഡ് സാനിറ്റൈസേഴ്സിന് കഴിയും. നിങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തിരക്കേറിയ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കൈകളെ വൃത്തിയാക്കണമെങ്കിൽ ഒരു 2-3 തുള്ളി സാനിറ്റൈസർ കൊണ്ട് നിങ്ങളുടെ 2 കൈകളെയും വൃത്തിയാക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഈ കൊറോണയുടെ അലേർട്ട് വന്നതിന് ശേഷം ഈ സാധനത്തിന് ഭയങ്കര ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. ഒരു മെഡിക്കൽ സ്റ്റോറിലും ഇത് കിട്ടാതെയായി. വലിയ വലിയ മാളുകളിലും ഈവൻ മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോലും ഇപ്പോൾ സാനിറ്റൈസേഴ്സ് അവൈലബിൾ അല്ല. അത് മാത്രമല്ല, ഇതിൻ്റെ പ്രൊഡക്ഷനും വളരെയധികം ഡിലേ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. നിങ്ങൾ എല്ലാവർക്കും ഉപയോഗപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സാനിറ്റൈസർ ഉണ്ടാക്കാൻ നമുക്ക് 2 സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഫസ്റ്റ് അലോവേറ, നമ്മുടെ തൊടിയിലൊക്കെ ഉള്ള കറ്റാർവാഴയാണ് നമുക്ക് വേണ്ടത്. രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് ആൽക്കഹോൾ, റബ്ബിംഗ് ആൽക്കഹോൾ എന്ന് പറയും. ഇത് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും അവൈലബിൾ ആണ്. വളരെ ചീപ്പ് റേറ്റാണ്, 40 രൂപ 50 രൂപ നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കറ്റാർവാഴയുടെ ജ്യൂസ് എടുത്തു കഴിയും. നിങ്ങൾക്കിപ്പോൾ കറ്റാർവാഴ കിട്ടുന്നില്ലെങ്കിൽ അലോവേരയുടെ ജെല്ലാണെങ്കിലും ചില മാർജിൻ ഫ്രീ ഷോപ്സിലെല്ലാം കിട്ടും. അലോവേരയുടെ ജെല്ലാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. 1 സ്പൂൺ അലോവേര ജെല്ലിന് 2 സ്പൂൺ ആൽക്കഹോൾ എന്ന റേഷ്യോ 1:2 എന്ന റേഷ്യോയിലാണ് ഇത് ചേർക്കാനുള്ളത്. നമ്മളോട് 2 സ്പൂണാണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു ബോളിൽ ആഡ് ചെയ്യുക. രണ്ട് സ്പൂണാണ് നമ്മൾ കറ്റാർവാഴ എടുത്തിട്ടുള്ളത്. സോ 4 സ്പൂണ് ഈ റബ്ബിംഗ് ആൽക്കഹോൾ സൊല്യൂഷൻ ആഡ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് സ്റ്റിർ ചെയ്യുക. 2 സൊല്യൂഷനും കൂടി മിക്സ് ചെയ്യാനായിട്ട് നന്നായിട്ട് സ്റ്റിർ ചെയ്യുക. അങ്ങനെ നമ്മുടെ സാനിറ്റൈസർ റെഡി ആയി കഴിഞ്ഞു. ഇനി വെള്ളത്തിൻ്റെ ഈർപ്പമില്ലാത്തൊരു കുപ്പിയിലോട്ട് നമുക്ക് മാറ്റാം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ സാനിറ്റൈസർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഉപയോഗിച്ച് നോക്കാം. നന്നായിട്ട് റബ്ബ് ചെയ്യുക. കൈയുടെ ഇടയിലും പുറകുവശവും എല്ലാം നന്നായിട്ട് റബ്ബ് ചെയ്യുക. കേട്ടല്ലേ, എത്ര പെട്ടെന്നാണ് നമ്മൾ വീട്ടിൽ തന്നെ ഒരു ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കിയത്. നിങ്ങൾക്കും ഇത് വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. മെഡിക്കൽ സ്റ്റോറുകളിൽ പോയിട്ട് വലിയ വില കൊടുത്ത് സാനിറ്റൈസേഴ്സ് വാങ്ങണമെന്നില്ല. ഇപ്പോൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത സാനിറ്റൈസേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ ഒരു ചെറിയ ബോട്ടിലിന് തന്നെ വില 250-300 രൂപയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു വലിയ വിലയുള്ള സാനിറ്റൈസേഴ്സ് വാങ്ങേണ്ട ആവശ്യമില്ല. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ 40
40 രൂപയോ 30 രൂപയോ മുടക്കി റബ്ബിംഗ് ആൽക്കഹോൾ മേടിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള അലോവേറ കറ്റാർവാഴയായിട്ട് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് സാനിറ്റൈസേഴ്സ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക, പരീക്ഷിച്ചിട്ട് ഉപയോഗിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് സാനിറ്റൈസേഴ്സിനെ പറ്റിയിട്ട് ഒരുപാട് പേർക്ക് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് ഈ സാനിറ്റൈസേഴ്സ് ഉപയോഗിച്ചിട്ട് ഉടനെ പോയി കൈ കഴുകുന്നത്. ഒരിക്കലും ഫേസ് വാഷ് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് വാഷ് പോലെയോ സാനിറ്റൈസേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടനെ കൈ കഴുകണമെന്നില്ല. ശരിക്കും സാനിറ്റൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കൈ ഡ്രൈ ആവുകയും കയ്യിലുള്ള അണുക്കളോ വൈറസോ എന്തുണ്ടെങ്കിലും അത് നശിച്ചു പോവുകയും ചെയ്യുന്നു. അതാണ് സാനിറ്റൈസേഴ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉപയോഗം. അല്ലാതെ ഒരിക്കലും സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് നേരെ പോയി നിങ്ങൾ കൈ കഴുകേണ്ട ആവശ്യം ഇല്ല. പിന്നെ പൊതുവെ ആൾക്കാർക്കുള്ളൊരു സംശയമാണ് ഈ സാനിറ്റൈസേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആഹാരം കഴിക്കാമോ എന്നുള്ളത്. എല്ലാവരും പറയുന്നിട്ടുണ്ട് സാനിറ്റൈസേഴ്സ് കെമിക്കൽ കൊണ്ടാണോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ കൈ കഴുകാതെ ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സാനിറ്റൈസേഴ്സിൻ്റെ മെയിൻ ഉപയോഗം തന്നെ നമ്മുടെ കയ്യിലെ അണുക്കളെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും സാനിറ്റൈസേഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാവുന്നതാണ്. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ മാസ്കിനെ പറ്റിയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പോൾ ഈ കൊറോണയുടെ പ്രോബ്ലം വന്നപ്പോൾ മാസ്കുകൾക്ക് എല്ലാവരും വില കൂട്ടി. തോന്നിയ വിലയ്ക്കാണ് മാസ്കുകൾ വിൽക്കുന്നത്. 10 രൂപയിൽ കിടന്ന മാസ്ക് 15ആയി 20ആയി 30 രൂപയ്ക്ക് വരെ വിൽക്കുന്നവരുണ്ട്. നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഇപ്പോൾ മാസ്കിന് തോന്നിയ ഒരു വില അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ അവരുടെ അടുത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ബില്ല് ചോദിക്കണം. ആ കടയുടെ പേരടങ്ങിയ ആ ബില്ല് നിങ്ങൾ ചോദിച്ച് മേടിക്കണം. ഒരിക്കലും ഒരു മാസ്കിന് 30 രൂപയോ 40 രൂപയോ കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. മാസ്കിൻ്റെ വില എന്ന് പറയുന്നത് 10 രൂപ അല്ലെങ്കിൽ ഒരു 15 രൂപ. 15 രൂപയ്ക്ക് നിങ്ങൾക്ക് മാസ്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഇത് അറിയില്ല, സാനിറ്റൈസേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റിയിലും പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള രസകരമായ നിങ്ങൾക്ക് ഫലപ്രദമായ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ ലെറ്റ്സ് സൈനിങ് ഓഫ്. ബൈ.